പറഞ്ഞതുപോലെ ഒളിമ്പിക്സ് രഹസ്യമായി കാണുകയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുകയോ ചെയ്ത സ്ത്രീകൾക്ക് വധശിക്ഷയായിരുന്നു അക്കാലഘട്ടത്തിലെ നിയമം. അങ്ങനെ നിരവധി സ്ത്രീകൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അക്കാലഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് തോന്നുകയാണ് തൻ്റെ മകളെ ഈ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കണം, അവൾ മെഡലുകൾ നേടുന്നത് എനിക്ക് കാണണം, തനിക്കും ഈ ഒളിമ്പിക്സ് കാണണമെന്ന് സ്ത്രീക്ക് തോന്നുകയാണ്. അവൾ രഹസ്യമായിട്ട് തൻ്റെ മകളെ ഒരു സ്ഥലത്ത് വെച്ച് ഈ ഒളിമ്പിക്സ് വിദ്യകളെല്ലാം പരിശീലിപ്പിക്കുകയാണ്. ഈ അമ്മ പരിശീലിപ്പിച്ചതിന് ശേഷം ഒളിമ്പിക്സ് വന്നപ്പോൾ, നിങ്ങൾക്ക് അന്നും 3 വർഷം കൂടുമ്പോഴോ മറ്റോ തന്നെയായിരുന്നു ഈ ഒളിമ്പിക്സ് ഉണ്ടായിരുന്നത്. ഒളിമ്പിക്സ് വന്നപ്പോൾ അമ്മ സ്വന്തം മകളെ ഈ മത്സരത്തിൽ പങ്കെടുപ്പിച്ചു. ഒരു ആൺകുട്ടിയുടെ വേഷത്തിലായിരുന്നു പങ്കെടുപ്പിച്ചത്. അപ്പോൾ ഈ ആൺകുട്ടിയുടെ വേഷത്തിൽ പങ്കെടുപ്പിച്ച ഈ മകൾ നിരവധിയായിട്ടുള്ള മെഡലുകൾ വാരിക്കൂട്ടുകയാണ്. അവൾ എല്ലാത്തിലും 1ാം സ്ഥാനക്കാരിയാവുകയാണ്. 1ാം സ്ഥാനക്കാരിയായിട്ടുള്ള മകൾ ഇങ്ങനെ മുന്നേറുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഈ ഇരിപ്പിടത്തിൽ നിന്ന് അമ്മ ചാടി എഴുന്നേറ്റ് ഉറക്കാവുള്ള പേര് വിളിച്ചു പറയാണ്, എൻ്റെ മോളെ നീ വിജയിച്ചില്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറയാണ്. എന്ന് മാത്രമല്ല, ഇവൾ ഒരു പെണ്ണാണെന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുന്നത് ഇവൾ ഇങ്ങനെ വിളിച്ചു പറയുന്നതിലൂടെ ഈ അമ്മ ഒരു സ്ത്രീ ആദ്യമായിട്ട് ഒളിമ്പിക്സ് കണ്ടിരിക്കുന്നു എന്നും ഒരു പെൺകുട്ടി ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്തിരിക്കുന്നു എന്നും മനസ്സിലാക്കപ്പെടുകയാണ്. അക്കാലഘട്ടത്തിലെ ഒളിമ്പിക്സ് നിയമവും പുരുഷാധിപത്യ സമൂഹവും ഇത് ഏറ്റവും കൂടുതൽ കുറ്റമായിട്ട് കണക്കാക്കുന്ന ഒന്നായിരുന്നു. അത് തന്നെ സംഭവിച്ചു. ഈ 2 പേരെയും വധശിക്ഷയ്ക്ക് വിധിക്കാനായിട്ട്, വധശിക്ഷ ചെയ്യുവാനായിട്ട് അന്നത്തെ ന്യായപീഠങ്ങൾ പ്രഖ്യാപിച്ചു. പിന്നെന്തുണ്ടായി? അതിനെതിരായിട്ട് ഗ്രീസിലെ മുഴുവൻ സ്ത്രീകളും രംഗത്തിറങ്ങുകയാണ് ചെയ്തത്. മുഴുവൻ സ്ത്രീകളും തെരുവുകളിലൂടെ മുദ്രാവാക്യങ്ങൾ വിളിച്ച് രംഗത്തിറങ്ങി. അവർ ഭരണകൂടത്തിനെതിരായിട്ട് ശബ്ദിച്ചു. ഇത്തരം ഒരു കാടൻ നിയമത്തെ നിങ്ങൾ പിൻവലിക്കണമെന്ന് ശബ്ദിച്ചു. അല്ലെങ്കിൽ അവർ മറ്റൊരു കാര്യം പറഞ്ഞു, നിങ്ങളങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഒളിമ്പിക്സ് നടത്തുവാനായിട്ടുള്ള അനുവാദം തരണമെന്നാണ് അവർ പറഞ്ഞത്. അവസാനം ഭരണകൂടത്തിന് ഇതിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കേണ്ടി വന്നു. അത് നിലവിലുള്ള ഒളിമ്പിക്സിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നതും അവർ അതിൽ കാണാൻ വരുന്നതും തെറ്റായിട്ട് തന്നെ, നിയമപരമായി തെറ്റായിട്ട് തന്നെ, കുറ്റകരമായിട്ട് തന്നെ അവിടെ നിലനിർത്തി. പക്ഷേ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ഒരു ഒളിമ്പിക്സ് തുടങ്ങുവാനുള്ള ഒരു അനുവാദം ഭരണകൂടത്തിൽ നിന്ന് കിട്ടി. അങ്ങനെ സ്ത്രീകൾ സ്വന്തമായിട്ടൊരു ഒളിമ്പിക്സ് ആരംഭിച്ചു. ചരിത്രത്തിൽ കുറേ കാലത്തോളം സ്ത്രീകളുടെ സ്വന്തമായ ഈ ഒളിമ്പിക്സ് നിലനിന്നിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ വെറുതെ അങ്ങനെ ഉണ്ടായതല്ല. അതിന് പുറകിൽ ഒരു ചരിത്രമുണ്ട് എന്നുള്ളത് നമ്മളെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നമസ്കാരം.